ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. ഹീറോയി പറയുന്നത് സമാധാനമായിക്കോട്ടെ, നമുക്ക് ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, നമുക്ക് ഇങ്ങനെ നമ്മൾ അവരെ ഇൻട്രസ്റ്റ് ഒന്നും കാട്ടാൻ പാടില്ല. ഹീറോയിൻ ഇങ്ങനെ വീട്ടിലെല്ലാം ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഒരു കുക്കിംഗ് ഒരു ബിസിനസ് അല്ല ഒരു കുക്കിംഗ് ഒരു ജോബ് ചെയ്യുകയാണ്. രണ്ടുപേർക്ക് നല്ല പണം കിട്ടും. ഓൺലൈൻ ജോബ് അതങ്ങനെ കുക്കിംഗ് ക്ലാസ് പഠിപ്പിക്കായിരുന്നു. അവരുടെ മടിയിൽ ഹീറോയിൻ പറയുന്നുണ്ട്, ആ ടിക്കറ്റ് ബുക്ക് ചെയ്തോടി. ഞങ്ങൾ ബുക്ക് ചെയ്തു, നമുക്കെല്ലാം അടുത്ത് ഒരിടത്ത സീറ്റ് എന്നെ ഫാത്തിമ പറഞ്ഞായിരുന്നു. താങ്ക് യു എന്ന് പറഞ്ഞാൽ ഹാക്ക് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ ഫീലിംഗ് ഒന്നും കാട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇങ്ങനെ പാട്ട് ഇത് അവർ വരാൻ പോകുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ടും ജിന്നു വസ്തു വന്ന് അയാളുടെ ഡാൻസും അങ്ങനെ ഓരോ നാളും ഓരോ എൻട്രി ആയി പിന്നെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. യഥാർത്ഥം ഇപ്പോൾ ഫാത്തിമ ഭയങ്കര ഹാപ്പി ആയിരുന്നു നോക്കായിരുന്നു. ജേഹബ് ഡാൻസ് കളിച്ച് യഥാർത്ഥം ഇങ്ങനെ നോക്കേണ്ടെങ്കിൽ ഫാത്തിമാനെ കണ്ട ജേഹോക്ക് ഒരുപാട് ശ്രീങ്കര എനിക്ക് എന്ത് പറ്റി എന്ന് ജേഹോക്ക് ഒന്നും മനസ്സിലായില്ല. ജേഹോബ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കായിരുന്നു. ആദ്യം കൺഫ്യൂസായി. എന്നെ നോക്കുന്നതാ, എന്നല്ല ആർമീസിനെ നോക്കുന്ന എന്ന് പറഞ്ഞിരുന്നായിരുന്നു. ഇങ്ങനെയായിട്ട് ജിമ്മിന് ഡാൻസ് കളിച്ചത് അതൊരു പാട്ട് പാടി തിരിഞ്ഞു നോക്കും ഹീറോയിനെ കണ്ട് ജിമ്മിനിക്കും അയ്യോ ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് ജിമ്മിന് വെച്ച് കണ്ണടക്ക സൈറ്റ് അടിക്കാൻ. ഹീറോയിൻ ഒരുപോലെ എന്നെ സൈറ്റ് അടിക്കുന്നതാ എന്ന് ജിമ്മിന് നോക്കിയായിരുന്നു. എന്നെ അല്ല എന്നെ ജിമ്മിനെ നോക്കി ജിമ്മിന് നോക്കാൻ തുടങ്ങിയായിരുന്നു. രണ്ടുപേരും സൈറ്റ് അടിക്കായിരുന്നു. എൻ്റെ വി പാട്ട് പാടി ഡാൻസിൽ വീക്കും കണ്ടു. വീയും വെച്ച് കണ്ണെടുക്കാതെ ആ ഒരു കൂട്ടി സൈറ്റ് അടിക്കാം. ജങ്കുക്ക് യഥാർത്ഥം നോക്കുമ്പോൾ ഇവൻ എവിടേക്ക് നോക്കുന്ന യഥാർത്ഥം നോക്കുമ്പോൾ ആ കണ്ടിട്ട് ജങ്കുക്ക് ഫ്ലാറ്റ് ഇങ്ങനെ 4 പേര് വെച്ച് കണ്ണെടുക്കാൻ സൈറ്റ് അടിക്കായിരുന്നു. അങ്ങനെ ആയിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ആയിട്ട് അവർ പോയിട്ട് ഡാൻസ് എല്ലാം കളിച്ചിട്ട് അവർ പോയിട്ട് ഇരുന്ന് ശരി ടിക്കറ്റ് കുറച്ച് ആൾക്കെല്ലാം ഇങ്ങനെ സൈൻ ചെയ്യാന്ന്. ഹീറോയിൻ നാളെ നമുക്ക് വരാം എന്ന് ഹീറോയിൻ പറഞ്ഞത്. കുറച്ച് വയസ്സ് ഉണ്ടായിരുന്നു. അവരുടെ ഓട്ടോഗ്രാഫ് നമുക്ക് നാളെ ഇപ്പം ആയി എന്ന് അവർ പറയുമായിരുന്നു. ഹീറോയിൻ പറയാൻ തുടങ്ങി, മച്ചി ഞാൻ പോവാന്ന്. ഹീറോയിൻ പറയാൻ തുടങ്ങി, ഞങ്ങളെല്ലാവരും പോയായിരുന്നു. ഹീറോയിൻ പറഞ്ഞു ഞാൻ പോകാൻ പറഞ്ഞു. ഹീറോയിൻ പോയായിരുന്നു. ഫാത്തിമ പറഞ്ഞു ഞാൻ പോയിട്ട് സൈൻ ചെയ്തിട്ട് വരാം. ഇങ്ങനെ ചെയ്ത് പോയായിരുന്നു. അങ്ങനെ സൈൻ ചെയ്ത് വന്നായിരുന്നു. ജേഹബ് നോക്കുമായിരുന്നു. ജേഹബ് ഹീറോയിനെ ഫ്രണ്ടിനെ നോക്കി. ജേഹബ് പറയുന്നത് ഒരു ഫാത്തിമ. ഓ അങ്ങനെ ജേഹബ് സ്മൈൽ ചെയ്ത് ജേഹബ് പറയാൻ തുടങ്ങി, നാളെ ജേഹബ് ഒരു എഴുതിയിട്ട് ഒന്ന് കൊടുത്താണ്. ഹീറോയിൻ്റെ ഫ്രണ്ട് ഫാത്തിമക്ക് ഒന്നും മനസ്സിലായില്ല. ഫാത്തിമ അവിടുന്ന് പോയായിരുന്നു. നൈറ്റ് പിന്നെ പിന്നെ എല്ലാവരും പോയായിരുന്നു. അങ്ങനെ എടി എനിക്ക് ലേറ്റായി അങ്ങനെ നാളെ കാണാം എന്നെ ഹീറോയി പറഞ്ഞ് അവിടുന്ന് പോയായിരുന്നു. അങ്ങനെ ഹീറോയി ഫാത്തിമക്ക് മാത്രം പിന്നെ ആൾക്കൊരു തീർന്നു. ലാസ്റ്റാണ് ഫാത്തിമ പോയത്. ഹീറോയി ജോലിയായിട്ട് ഇതാണ് ഉള്ളത്. ഇങ്ങനെ ഹീറോയി ജോലിയായിട്ട് വന്നായിരുന്നു. പിന്നെ ഫാത്തിമ പറഞ്ഞു നീ പോയിക്കോടി എനിക്ക്. ഇങ്ങനെ ഹീറോയി വന്നായിരുന്നു. ജിമ്മിനെ നോക്കിയത്. ജിമ്മിൻ ഹീറോയിനെ വെച്ച് കണ്ണടക്കാതെ ഒരുമാതിരി ഹീറോയിനെ നോക്കായിരുന്നു. ഹീറോയ്ക്ക് അയ്യോ ഇവരെൻ്റെ ഡ്രസ് കോഡ് നോക്കുന്നതാ. ഹായ് എൻ്റെ പേര് ഇതാണ് പറഞ്ഞു. നസറിയാണ്. ഓ നസറിയാണോ ശരി പറഞ്ഞ് ജിമ്മിൻ പറഞ്ഞു ഫോട്ടോ എടുക്കാമെന്ന്. എന്നെ സെക്യൂരിറ്റി വാച്ച് അവിടുത്തെ ഒരു ബോഡി ഗാർഡ് സാർ അല്ല ഫോൺ താന്ന് പറഞ്ഞു ഹീറോയിനോട്. ഓക്കെ സാർ ഇന്ന് ഫോൺ എന്ന് കൊടുത്തു. ജിമ്മിന് ഫോൺ ലോക്ക് എടുത്ത ഹീറോയ്ക്ക് കൊടുത്തായിരുന്നു. ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ഫോട്ടോ എടുത്തു. അത് മാത്രമല്ല അതിൽ ഫോട്ടോ ജിമ്മിന് എടുത്തു. പിന്നെ അതിൽ ഹീറോയിൻ്റെ ഫോണിൽ മിസ് കോൾ ജിമ്മിൻ്റെ ഫോൺ നമ്പർ അടിച്ച് മിസ് കോൾ ചെയ്തായിരുന്നു ജിമ്മിൻ. പിന്നെ കുറച്ച് ബോഡി ഗാർഡ് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ബോഡി ഗാർഡ് അവിടേക്ക് പോയിരുന്നു. അപ്പം ജിമ്മിൻ അതിൽ ഹീറോയിൻ്റെ ഫോൺ നമ്പർ ജിമ്മിൻ എടുത്തു. പിന്നെ ഹീറോയ്ക്ക് ജിമ്മിൻ്റെ ഫോണിലേക്ക് മിസ് കോളാക്കി. ജിമ്മിൻ എന്നാ വെച്ചോ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ജിമ്മിൻ ചെയ്തായിരുന്നു. പിന്നെ ഒരു പേപ്പർ കൊടുത്തായിരുന്നു. താങ്ക്സ് എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. ജിമ്മിന് ഒരുമാതിരി സ്മക്ക് ചെയ്തായിരുന്നു ഹീറോയിൻ നോക്കിയിട്ട്. ജിമ്മിൻ്റെ മനസ്സിൽ ഓക്കെ ഇപ്പോൾ എനിക്ക് എന്ന് ജിമ്മിനെ നോക്കുമായിരുന്നു ഹീറോയിനെ. അങ്ങനെ വി വന്നായിരുന്നു. വീൻ്റെ അടുത്ത് വന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് കൺഫ്യൂസ് ഇയാൾക്ക് എന്ത് പറ്റി അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയായിരുന്നു. ജങ്കുക്ക് വലിയാൻ തുടങ്ങിയായിരുന്നു. ജങ്കുക്ക് പറഞ്ഞ ശരി ഓക്കെ. രണ്ടുപേരും ഹീറോയിനെ അവർ രണ്ടുപേരും നോക്കിയിട്ട് വലിയാൻ തുടങ്ങി. ശരി ഓട്ടോഗ്രാഫ് എടുത്തായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് അവരുണ്ടാതിരുന്നായിരുന്നു. എന്ത് ചെയ്യുക എന്ന് അവർ നിൽക്കും. രണ്ടുപേർക്ക് ഫോൺ നമ്പർ കിട്ടില്ല. എന്ത് ചെയ്യുക ഒരു പേര് അവർക്ക് മനസ്സിലാവോ എന്ന് അവർ ഓർക്കായിരുന്നു.
അങ്ങനെയായിട്ട് ഹീറോയിൻ ജോളിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു, ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെറിയ കുളിച്ച് ഫ്രഷായിട്ട് വന്നായിരുന്നു. അങ്ങനെ കുളിച്ച് ഫ്രഷായിട്ട് വന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ പറയാൻ തുടങ്ങി, എന്തൊരു ടയർഡാണെന്നല്ലോ പറഞ്ഞ് അങ്ങനെ അവർ ഉറങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഡ്രീമിൽ ജിമ്മിന് വന്നു, ഹീറോയിൻ്റെ അടുത്ത് വന്നു പ്രപ്പോസ് ചെയ്തു. ഹീറോയിൻ ഷാക്കായിരുന്നു. ജിമ്മിൻ പൂടിച്ച് കിസ്. അയ്യോ ഇതെന്ത് പ്രാന്തൊക്കെയാണ്, എനിക്ക് എന്തൊക്കെയാണ് കണ്ട. രാവിലെ ആയിരുന്നു ഹീറോയിൻ്റെ ഉമ്മ ഇവിടെ വച്ചുണ്ടാക്കുന്നത്. ശരി ഈ ഉമ്മക്ക് വേറെ പണിയില്ല. അങ്ങനെ ഹീറോയിൻ കോളേജിൽ പോയിരുന്നു. ഹീറോയിൻ ഫസ്റ്റ് ഇയറാണ് കോളേജ്. ഇങ്ങനെ കോളേജിൽ പോയായിരുന്നു. അങ്ങനെ കോളേജിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ വണ്ടിയിലിരുന്നായിരുന്നു. ജിമ്മിനിക്ക് യഥാർത്ഥം നോക്കുക ആരിലൊക്കെ ഹീറോയിനെ കണ്ട് ജിമ്മിനിക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ഡ്രൈവർ എന്താ ജിമ്മിന് പറഞ്ഞു എവിടേക്ക് പോകാമെന്ന് ജിമ്മിന് ഓർക്കായിരുന്നു. അപ്പോൾ ഹീറോയിനെ കണ്ട് ഫോളോ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അത് ജിമ്മിനും ബാക്കിയവരെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേരുണ്ടായിരുന്നു. ജിമ്മിന് പറഞ്ഞങ്ങോട്ട് ആ ഡ്രൈവർ ഫോളോ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി ഇറങ്ങി വന്ന് ജോലിയായി സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ചെക്കൻ ഓടി വന്നു ഹീറോയിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമായിരുന്നു. ഹീറോയി പോകാൻ നോക്കിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് ഫ്ലവർ എടുത്ത് പ്രപ്പോസ് ചെയ്തത്. ഹീറോയി ഷാക്കായിരുന്നു. ജിമ്മിനിക്ക് ടെൻഷനോ ഇവനെ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊപ്പോസർ വന്നു, എന്താ അവിടെ നിൽക്കുന്നത്. ഹീറോയോ ഒട്ടും കൂടി ജിമ്മിനിക്ക് തല കയറി. അയ്യോ ഇത് വിട്ട ശരിയാവില്ല. ജിമ്മിന് ബോഡിഗാർഡ് പറഞ്ഞു നിങ്ങളിവിടെ ഒരു സെക്രട്ടറി വെച്ചായിരുന്നു. ഹീറോ എപ്പോൾ ഇറങ്ങി വരുന്നത്, എത്ര മണിക്ക് സ്കൂളിൽ വെക്കുമെന്ന് അറിഞ്ഞാൽ ജിമ്മിന് വന്ന് വെച്ച് തുടങ്ങി. ഹീറോയെ പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിനെ ഫോളോ ചെയ്ത് ഹീറോയിൻ്റെ വീട് കണ്ടുപിടിച്ച് അങ്ങനെ ഹീറോയിനായിട്ട് ഇങ്ങനെ കുളിച്ച് ഫ്രഷായിട്ട് ഇങ്ങനെ കിടക്കാൻ ഇറങ്ങാൻ തുടങ്ങിയത്. ജിമ്മിൻ വന്ന് ഇവർക്ക് പോവാം എങ്ങനെ ഈ റൂമിൽ പോകാമെന്ന് ജിമ്മിന് ഓർക്കായിരുന്നു. അങ്ങനെ ജിമ്മിനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ ഇപ്പം എന്താ ചെയ്യാമെന്ന് ജിമ്മിന് ഓർക്കായിരുന്നു. അങ്ങനെ ജിമ്മിൻ പ്ലാൻ ചെയ്ത് തുടങ്ങി. ഇപ്പം എന്താ ചെയ്യാമെന്ന് ജിമ്മിന് ഓർക്കുമ്പോൾ ജിമ്മിനിക്കൊന്നും ഒരു ഐഡിയ കിട്ടി. ശരി അവൾ റൂമിൽ പോവാം അങ്ങനെ ജിമ്മിൻ നോക്കുമായിരുന്നു. അപ്പോൾ 2 പേര് വീട്ടിൽ വെളിയിൽ ഇറങ്ങി വരാൻ തുടങ്ങി. ഇങ്ങനെയായിട്ട് ജിമ്മിൻ നോക്കാൻ തുടങ്ങി. ഹീറോയുടെ ഉമ്മി ഡാഡിയാണ്. മോളെ ഫാത്തിമ എന്തെത്തി, നീ ഇവിടെ നോക്കിക്കോമാ. ഫാത്തിമ ആണ് തന്നെ. ഫാത്തിമയോട് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ ഉമ്മി പോയായിരുന്നു. നീ ഇവിടെ നോക്കിക്കോ, അതുമാത്രമല്ല എനിക്ക് ചെറിയൊരു ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നാളെ വരാം, നാളെ മറ്റൊരു വരാം, എനിക്ക് കുറച്ച് ജോലിയുണ്ട് പറഞ്ഞാൽ അവർ 2 പേര് പോയി. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോകാമെന്ന് ഹീറോയിൻ്റെ മമ്മീൻ്റെ വീട്ടിലൊക്കെ പോയായിരുന്നു. ഹീറോയിൻ്റെ മമ്മി ഷോക്കായി.